ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചോതി നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ചോതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. ചോതി നക്ഷത്രത്തിൽ പിറന്നവർക്ക് 2024 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസം ഗുണദോഷ സമ്മിശ്രത്തിൽ ദോഷഫലം കുറച്ച് അധികം ഉള്ള സമയമാണ്. ഒന്ന് സൂക്ഷിക്കേണ്ട സമയമാണ്. വലിയ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്, ഒന്ന് സൂക്ഷിച്ചിരിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ സൂക്ഷിച്ചും കണ്ടും ചെയ്യുക. ഇതിലെടുത്ത് പറയേണ്ടത്, നിങ്ങൾക്ക് ചതുർയോഗം കാണുന്നു. എല്ലാ കാര്യങ്ങളിലും അതുമൂലം എല്ലാ കാര്യങ്ങളിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന സമയമാണ്. അവസാന ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് നേട്ടം ലഭിക്കും. നിങ്ങൾക്ക് മേലുദ്യോഗസ്ഥൻ്റെ പ്രശംസ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കൊക്കെ ഗുണകരമായ ഒരു സമയമാണ്. നിങ്ങൾക്ക് കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്ന നിരാശാബോധം, മനസ്സിനെ പിടിമുറുക്കിയിരുന്ന നിരാശാബോധം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങൾ ക്ഷേത്രകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. ക്ഷേത്രത്തിലൊക്കെ ദർശിക്കേണ്ട സമയമാണ്. ഇതിൽ മാതാപിതാക്കളുടെ സ്വത്തിന്മേൽ തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക. നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് നിങ്ങൾ അകന്നു കഴിയേണ്ട സാഹചര്യം കാണുന്നു. വാഗ്വാദങ്ങളുണ്ടായി കോടതി വ്യവഹാരങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. കഴിയാവുന്നത് ഒരു മധ്യസ്ഥൻ്റെ കീഴിൽ കാര്യങ്ങൾ രമ്യതയോടെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കും, എന്നാൽ ചിലവുകളും അധികരിക്കപ്പെടുന്ന സമയമാണ്. നിങ്ങൾ കുടുംബവുമായിട്ട് അകന്നു കഴിയുന്നവരൊക്കെ അടുത്തു വരാനായിട്ട് ഇടയുണ്ട്. നിങ്ങളുടെ കുടുംബമായിട്ടൊക്കെ അകന്ന് ദീർഘകാലം നാളായിട്ട് ശത്രുതയിലൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ അടുത്തു വരാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള സമയമാണ്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ക്ഷീണം മാറുന്നൊരു സമയമാണ്. ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാകുന്ന, ഒരു ഉഷാറൊക്കെ ആയി വരുന്ന സമയമാണ്. നിങ്ങളുടെ വരുമാനത്തിൽ നല്ലൊരു ശതമാനവും നിങ്ങൾ കടം വീട്ടുവാൻ വേണ്ടി ശ്രമിക്കുന്നൊരു സമയമാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട ദുഷ്പേര് സമ്പാദിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ നന്നേ കഷ്ടപ്പെടുന്ന ഒരു സവിശേഷത ഉണ്ടാകുന്നതാണ്. നാനാതുറകളിൽ നിന്ന് എതിർപ്പും വൈരാഗ്യവും ശത്രു മനോഭാവത്തോടുള്ള പ്രതികരണമൊക്കെ പലയിടത്തുനിന്നുള്ളപ്പോൾ അതൊക്കെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് കരുതി അതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഉള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ പലയിടത്തു നിന്നും സുഹൃത്തുക്കളൊക്കെ കൈയൊഴിയുന്ന സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നുപെടുന്നതാണ്. ആ സമയത്തൊക്കെ ഇത് ജീവിതമാണെന്നും ഇതിങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ ഒരു ആത്മബലത്തോടു കൂടി മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും എതിർപ്പുകളും ധാരാളം നേരിടേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഈ ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾ യാത്രാവേളകൾ ധനനഷ്ടത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രാവേളകളൊക്കെ വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിച്ചിട്ട് യാത്ര തുടങ്ങുന്നതായിരിക്കും ഗുണകരം. നിങ്ങൾ തൻ്റേതല്ലാത്ത കാരണങ്ങൾ ആരോപണ വിധേയരാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും. അത് കടുത്ത മാനസിക വിഷമം നിങ്ങൾക്കുണ്ടാക്കി വെക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ സ്വന്തം സഹോദരങ്ങളെ എതിർപ്പിനെയൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ടൊക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. നിങ്ങളുടെ നാടും വീടുമൊക്കെ വിട്ട് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് കാണുന്നു. നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ അസൂയാലുക്കളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ചിലരുടെ ജീവിതത്തിൽ മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് ഇടവരുത്തുന്നതാണ്. ചില ആൾക്കാരുടെ കയ്യിലിരിപ്പ് കൊണ്ടോ വായിലെ നാക്കുപിഴവ് കൊണ്ടോ ഒക്കെ നല്ല രീതിയിലിരുന്ന മേലധികാരി നിങ്ങളുടെ ഒരു ശത്രുതയോടുകൂടി അപ്രീതിയോടുകൂടി പെരുമാറുന്ന ഒരു അവസ്ഥ ഈ ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജോലിയിലൊക്കെ ഒന്ന് കരുതുക. നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ് വന്നുപെടുന്നത്. ഗുണകരമായ സമയമാണ്. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധക്കുറവുകൊണ്ട് നിങ്ങൾ സ്വയം കുറേ കാര്യങ്ങളൊക്കെ ക്ഷണിച്ചു വരുത്താനുള്ള സാഹചര്യമുണ്ട്. ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് നിങ്ങൾ വെള്ളിയാഴ്ചകളിലൊക്കെ ദേവീക്ഷേത്ര ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ദേവിക്ക് വെളുത്ത പുഷ്പം സമർപ്പിക്കുക, വെളുത്ത പുഷ്പമാല സമർപ്പിക്കുക, വെളുത്ത പായസം നിവേദിക്കുക.
എന്നിവയൊക്കെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. നിങ്ങളുടെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയും. അതുപോലെ തന്നെ ചില ദേവീ ക്ഷേത്രങ്ങളിൽ പട്ടുംതാലിയും ചാർത്തുക എന്ന ഒരു ചടങ്ങ് ഉണ്ട്, ചിലയിടത്തൊക്കെ ഉണ്ട്. അത് ചെയ്യുന്നതും ഉത്തമമാണ്. എല്ലാവർക്കും അമ്മയുടെ കാരണത്താൽ ഗുണകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.